മഞ്ഞപ്പിത്ത വ്യാപന ആശങ്കയ്ക്ക് പിന്നാലെയാണ് മലപ്പുറത്ത് 5 വയസ്സുകാരിക്ക് അത്യപൂർവമായ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ലോകത്ത് തന്നെ വർഷം 5-6 പേർക്ക് മാത്രം ബാധിക്കുന്ന അത്യപൂർവ അമീബയാണിത്. രോഗം ബാധിക്കുന്നവർ കുറവാണ് എന്നതുകൊണ്ട് ഫലപ്രദമായ ചികിത്സാ മാർഗങ്ങളും വികസിച്ചു വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? ന്യൂസ് ഡെസ്കിൽ നിന്ന് സ്മിത ഹരിദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അമീബ എന്ന പേര് നമുക്ക് സുപരിചിതമാണ്. ഏകകോശ ജീവിയായ അമീബ പൊതുവെ രോഗമൊന്നും ഉണ്ടാക്കാറില്ല. എന്നാൽ അപകടകാരികളായ ചില അമീബകളുണ്ട്. അതിലൊന്നാണ് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. അത് വയറിന് പ്രശ്നമുണ്ടാക്കുന്നു. നെഗ്ലേറിയ ഫൗലേറി വിഭാഗത്തിൽപ്പെട്ട അമീബ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നത്. വളരെ അപൂർവമായി മാത്രമേ ഈ രോഗം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാറുള്ളൂ. 10,000-ൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന രോഗമാണ് ഈ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുന്നു. അങ്ങനെ അത് തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് പൊതുവായി കാണപ്പെടുന്നത്. നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴിയാണ് അമീബ വിഭാഗത്തിൽപ്പെട്ട ഈ രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുന്നത്. ഇനി നമുക്ക് രോഗലക്ഷണങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. രോഗാണുബാധ ഉണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തുവേദന തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് അത് ഗുരുതരാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും പ്രകടമാകുന്നു. രോഗനിർണയം എങ്ങനെയാണ്? നട്ടെല്ലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് ഈ രോഗം നിർണയിക്കുന്നത്. എന്താണ് ഈ രോഗമെന്ന സ്ഥിരീകരണം? കുട്ടികളിലും കൗമാരക്കാരിലുമാണ് പ്രധാനമായും രോഗം ഉണ്ടാകുന്നത്. ഇനി അതിന് ചികിത്സാ വശങ്ങൾ പരിശോധിച്ചാൽ ഈ രോഗത്തിന് ഇന്ത്യയിൽ ഫലപ്രദമായ മരുന്നുകളില്ല. ലക്ഷണങ്ങൾക്കാണ് ചികിത്സ. നെഗ്ലേറിയക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന ഒരു കൂട്ടം മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് കൃത്യമായ ചികിത്സ. പ്രതിരോധ നടപടികൾ. അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിനാൽ രോഗം വരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക മാത്രമാണ് പ്രധാന പ്രതിരോധ മാർഗം. കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിലോ നീർച്ചാലിലോ കുളിക്കാതിരിക്കുക. മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം. അവധിക്കാലമായതിനാൽ കുട്ടികൾ നീന്തൽ കുളത്തിൽ ഇറങ്ങുന്നതും വെള്ളത്തിൽ കുളിക്കുന്നതുമൊക്കെ തന്നെ വ്യാപകമായിട്ട് നമ്മൾ കാണാറുണ്ട്. അതിനാൽ ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽ കുളങ്ങളിൽ കുട്ടികൾ കുളിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ജാഗരൂകരായിരിക്കാം. ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. താങ്ക് യു സ്മിത ഹരിദാസ്.